MG യൂണിവേഴ്സിറ്റിയുടെ 2021 ഇലുമിനേഷൻസ് എന്ന 4th സെമസ്റ്ററിലെ ഇംഗ്ലീഷ് പേപ്പറിന്റെ ക്വസ്റ്റ്യൻ പേപ്പർ ആൻസർ ചെയ്യുകയാണ് നമ്മൾ. ഒന്നാമത്തെ ചോദ്യം ഇതാണ്. ഹെലൻ കെല്ലറുടെ പാഠവുമായി ബന്ധപ്പെട്ടാണ്. ഹൗ വാസ് ഇറ്റ് പോസിബിൾ, ഐ ആസ്ക്ഡ് മൈസെൽഫ്, എങ്ങനെ ഇത് സാധ്യമാവും, ഞാൻ എന്നോട് തന്നെ ചോദിച്ചു. വിച്ച് ഇൻസിഡന്റ് ലീഡ് ടു ദിസ് റെസ്പോൺസ്, ഈ പ്രതികരണത്തില് ഹെലനെ പ്രേരിപ്പിച്ചത് ഏത് സംഭവമാണ്? പാഠത്തിന്റെ പേര് 3 Days to See എന്നാണ്. ഓതറുടെ ഹെലൻ കെല്ലർ ആണ്. A very good friend of Helen Keller came to her after a long walk in the woods. വൃക്ഷത്തോപ്പിലെ ഒരു ദൈർഘ്യമേറിയ നടത്തത്തിന് ശേഷം അവളുടെ ഒരു ഉറ്റ ചങ്ങാതി അവളുടെ അടുത്ത് വന്നു. She asked the friend what she had observed. അവൾ എന്താണ് നിരീക്ഷിച്ചത്, പ്രത്യേകിച്ച് ശ്രദ്ധിച്ചത് എന്ന് അവൾ കൂട്ടുകാരിയോട് ചോദിച്ചു. Nothing in particular, she replied. അങ്ങനെ പ്രത്യേകിച്ചൊന്നുമില്ല, അവൾ മറുപടി പറഞ്ഞു. This incident made Helen think how it is possible to walk for an hour in the woods and fail to notice anything in particular. ഈ സംഭവം ഹെലനെ പ്രേരിപ്പിച്ചു, ചിന്തിക്കാൻ പ്രേരിപ്പിച്ചു. How was it possible to walk for an hour, ഒരു മണിക്കൂർ നേരം നടന്നതിന് ശേഷം in the woods, വൃക്ഷത്തോപ്പില്, and fail to notice anything in particular, പ്രത്യേകിച്ച് ഒന്നും ശ്രദ്ധിക്കുന്നതിൽ അവർ പരാജയപ്പെട്ടത് എങ്ങനെയാണ്, അതെങ്ങനെ സാധിക്കും ഒരു മനുഷ്യന് കണ്ണുണ്ടായിട്ട് കൂടി? ഇങ്ങനെ അവൾ ചിന്തിക്കാൻ കാരണം. Those who have eyesight do not see many things. കണ്ണിന് കാഴ്ച ഉണ്ടായിട്ടും അവർ പല കാര്യങ്ങളും കാണുന്നില്ല എന്ന വസ്തുത ഹെലൻ അപ്പോഴാണ് മനസ്സിലായത്. രണ്ടാമത്തെ ക്വസ്റ്റ്യൻ, ഡിഡ് ഐ കം 3000 miles for this, ഞാൻ 3000 മൈൽ താണ്ടി വന്നത് ഇതിലായിരുന്നു. വാട്ട് മേഡ് അവൻസ് ആസ്ക് ദിസ് ഇൻട്രോസ്പെക്റ്റീവ് ക്വസ്റ്റ്യൻ, എന്തുകൊണ്ടാണ് ഇങ്ങനെ ഒരു ആത്മാവിനോടൊരു ചോദ്യം ജെസ്സി അവൻസ് നടത്തിയത്? ജെസ്സി അവൻസിന്റെ മൈ ഗ്രേറ്റസ്റ്റ് ഒളിമ്പിക് പ്രൈസ് എന്ന പാഠവുമായി ബന്ധപ്പെട്ടാണിത്. അവൻസ് മെയ്ഡ് 2 trial jumps and failed. 2 ട്രയൽ ജമ്പ് നടത്തി അവൻസ്, എന്നിട്ട് പരാജയപ്പെട്ടു. He asked himself whether he had come from 3000 miles away to return before entering the finals. ഫൈനൽസിൽ പ്രവേശിക്കുന്നതിന് മുമ്പ് മടങ്ങി പോകാനാണോ 3000 മൈൽ ദൂരെ നിന്ന് താൻ സ്വയം എത്തിയതെന്ന് അയാളോട് തന്നെ ചോദിച്ചു. മറ്റൊരു ചോദ്യം, ഹു ഈസ് മിസ്റ്റർ സ്പഗ്, ആർ ദ റിച്ച് ഹാപ്പി എന്ന സ്റ്റീഫൻ പീകോക്കിന്റെ ലേഖനവുമായി ബന്ധപ്പെട്ടാണ് ഈ ചോദ്യം. ആരാണ് മിസ്റ്റർ സ്പഗ്? മിസ്റ്റർ സ്പഗ് ഈസ് എ റിച്ച് ബട്ട് സെൽഫ് മെയ്ഡ് മാൻ. സമ്പന്നനാണ് പക്ഷേ സ്വയം ഉയർന്നു വന്ന മനുഷ്യനാണ്. അതാണ് സെൽഫ് മെയ്ഡ് മാൻ എന്ന് പറഞ്ഞ അർത്ഥം. ഹി ഈസ് എ ഗ്രേറ്റ് ഹിപ്പോക്രൈറ്റ് ടു, ഒരു വലിയ കപടനാട്യക്കാരൻ കൂടിയാണ് ആ മനുഷ്യൻ. വെൻ ഹി എൻജോയ്സ് ഓൾ ദ കംഫർട്ട് ദാറ്റ് വെൽത്ത് ഗിവ്സ്, സമ്പത്ത് നൽകുന്ന എല്ലാ സുഖ സൗകര്യങ്ങളും ആസ്വദിക്കുമ്പോഴും ഹി പ്രിറ്റൻസ് ടു പ്രിഫർ എ സിമ്പിൾ ലൈഫ്, ഒരു ലളിത ജീവിതമാണ് താൻ നയിക്കുന്നതെന്ന് പറയാനാണ്, നടിക്കാനാണ് അയാൾക്ക് ഇഷ്ടം. ഹിസ് യൂഷ്വൽ മീൽ ഹാസ് 9 courses. അയാളുടെ പതിവ് ഭക്ഷണത്തിന് 9 courses ആണുള്ളത്. ഹി ഡ്രിങ്ക്സ് ഷാമ്പെയിൻ ആൻഡ് പോർട്ട് വൈൻ. ഷാമ്പെയിനും പോർട്ട് വൈനുമാണ് അയാൾ കുടിക്കുക. ബട്ട് ഹി സേസ് ദാറ്റ് ഹി ലവ്സ് എ സിമ്പിൾ മീൽ. എന്നിട്ടും പറയുന്നത് താൻ ഒരു ലളിത ഭക്ഷണമാണ് കഴിക്കുന്നതെന്ന്. ഹി സേസ് ദാറ്റ് മണി ഈസ് എ ബർഡൻ, പണം ഒരു ഭാരമാണെന്ന് പറയുന്നു. ബട്ട് ഹി സേസ് ദാറ്റ് ഹി ക്യാൻ യൂസ് ഇറ്റ് ടു ബ്രൈറ്റൻ ദ ലൈഫ് ഓഫ് അതർ പീപ്പിൾ. പക്ഷേ മറ്റുള്ളവരുടെ ജീവിതത്തില് വെളിച്ചം പകരാൻ തനിക്ക് ആ പണം ഉപയോഗിക്കാൻ കഴിയുമെന്ന് അയാൾ പുറമേ പറയുന്നുണ്ട്. ഇനി അടുത്ത ചോദ്യം എ.ജി. ഗാർഡിനറുടെ പാഠവുമായി ബന്ധപ്പെട്ടാണ്. വാട്ട് നെയിം ഈസ് യൂസ്ഡ് ഇൻ ദ എസ്സേ ഓൺ കറേജ് ടു റെഫർ ടു ബെഞ്ചമിൻ ഡിസ്രേലി? ബെഞ്ചമിൻ ഡിസ്രേലിയെ പരാമർശിക്കാനായിട്ട് എന്ത് പേരാണ് ഈ പാഠത്തിൽ ഉപയോഗിച്ചിരിക്കുന്നത്? എ.ജി. ഗാർഡിനറുടെ വൈഫ്, എ.ജി. ഗാർഡിനറുടെ അല്ല, ബെഞ്ചമിൻ ഡിസ്രേലി എന്ന് പറയുന്ന മുൻ അമേരിക്കൻ പ്രസിഡന്റ് വൈഫ്, അദ്ദേഹത്തെ ഡിസ്രേലി എന്ന് മുഴുവൻ പറയാറില്ല, ഡിസി എന്ന് പറയാറുള്ളൂ. അതാണ് ഉത്തരം എഴുതേണ്ടത്. ഓക്കെ, ഓൺ കറേജ് എന്നാണ് പാഠത്തിന്റെ പേര് നമുക്ക് പഠിക്കാനുള്ള. ഡിസി is the pet name given to Benjamin Disraeli by his wife in this essay. What is the occasion of the speech? An ode to makeup. Chimananda Ngozi Adichie അവരുടെ ചിത്രമാണ് കാണുന്നത്. ഓക്കെ, ഇനി 2021 ചോദിച്ച ചോദ്യമാണ്, ഏത് അവസരത്തിലാണ് അവർ ഈ പ്രസംഗം കോളേജ് വിദ്യാർത്ഥികളോട് നടത്തിയത്? എന്താണ് an ode to makeup എന്ന് പറയുന്ന പ്രസംഗം? This speech was delivered at the graduation ceremony of Wellesley Girls College in Massachusetts, which was held in the year 2015. അമേരിക്കയിലെ മസാച്യുസെറ്റ്സിലെ വെല്ലസ്ലി ഗേൾസ് കോളേജിലെ 2015 നടത്തിയ ഗ്രാജുവേഷൻ സെറമണിയോടനുബന്ധിച്ചാണ് ഈ സ്പീച്ച് അവർ ഡെലിവർ ചെയ്തത്. അടുത്തത്, why does the students' sorrow amuse the nightingale? എന്തുകൊണ്ടാണ് ആ വിദ്യാർത്ഥിയുടെ സങ്കടം നൈറ്റിംഗേലിനെ അത്ഭുതപ്പെടുത്തിയത്, അമ്യൂസ് ചെയ്തത്, അല്ലെങ്കിൽ കൗതുകമുളവാക്കിയത്? The nightingale has been singing of love for a long time. പ്രേമത്തെ കുറിച്ച് ദീർഘനാളായി പാടുകയായിരുന്നു രാപ്പാടി. But it is now that she finds a true lover. ഇപ്പോഴാണ് പക്ഷേ അവൾ ഒരു യഥാർത്ഥ
പ്രേമിയെ കണ്ടത്. ബട്ട് ഹിസ് ലവ് ഹോവേഴ്സ് അറൗണ്ട് എ റോസ് ഫ്ലവർ. പക്ഷെ ഇപ്പോൾ അവന്റെ പ്രേമം റോസപ്പൂവിനെ ചുറ്റിപ്പറ്റി നിൽക്കുന്നു. വിച്ച് ഹി വാണ്ട്സ് ടു പ്ലീസ് ഹിസ് ഗേൾ. ആ റോസപ്പൂവ് കിട്ടിയാലേ തന്റെ പെണ്ണിനെ സന്തോഷിപ്പിക്കാൻ അവന് കഴിയുള്ളൂ എന്നാണ് അവസ്ഥ. അടുത്തത്, വാട്ട് ഡിഡ് ദ നരേറ്റർ ഡു സൂൺ ആഫ്റ്റർ ഹി ലെഫ്റ്റ് ദ ഓബറേജ്. ഓബറേജിൽ വിട്ടുപോയപ്പോ, അതായത് അദ്ദേഹം താമസിച്ചിരുന്ന ലോഡ്ജിനെയാണ് ഓബറേജ് എന്ന് പറയുന്നത്. അവിടെ വിടാൻ നേരത്ത് എഴുത്തുകാരനായിട്ടുള്ള ജോർജ് ഓർവെൽ, അദ്ദേഹത്തിന് ഇത്ര മണി കാണുന്നത് റിക്കോൾ ദ മൈസർ എന്ന പാഠം എഴുതിയത് ജോർജ് ഓർവെലാണ്. അദ്ദേഹം എന്താണ് നരേറ്റർ ചെയ്തത് എന്നാണ് ചോദ്യം. ഓക്കെ, ഹി സ്പെൻഡ് എ ഡേ വാണ്ടറിങ് അബൌട്ട് ദ ക്വാർട്ടേഴ്സ് വേർ ഹി ലിവ്ഡ്. താൻ ജീവിച്ച ആ ക്വാർട്ടേഴ്സിൽ അലഞ്ഞു നടന്നുകൊണ്ട് ഒരു ദിവസം അദ്ദേഹം ചെലവഴിച്ചു. ഓക്കെ, അദ്ദേഹം ചെലവഴിച്ചു. ഹി വാസ് സേയിങ് ഗുഡ് ബൈ ടു എവറി വൺ ബിക്കോസ് ഹി വാസ് ലീവിങ് പാരീസ്. അദ്ദേഹം ആ പ്രദേശത്ത് എല്ലാവരോടും, ആ ഫ്രാൻസിൽ ആണല്ലോ അദ്ദേഹം ചെന്ന് താമസിച്ചത്, മിസ്റ്റർ റിക്കോളിനെ കുറിച്ച് ഉള്ള കഥ കേൾക്കാനായിട്ട്. അപ്പോൾ പാരീസ് വിട്ട് പോവുകയാണ് ലേഖകൻ ജോർജ് ഓർവെൽ. അപ്പോൾ എല്ലാവരോടും ഗുഡ് ബൈ പറയണം അതിനു വേണ്ടിയിട്ട്. മറ്റൊരു ചോദ്യം, എട്ടാമത്തേത്, വാട്ട് കോസസ് മിസ്റ്റർ ഗസ്ലേഴ്സ് ഡൗൺഫോൾ ഇൻ ദ ഷൂ മേക്കിംഗ് ബിസിനസ്. ഷൂ നിർമ്മാണ ബിസിനസ്സിൽ മിസ്റ്റർ ഗസ്ലർക്ക് ഒരു വലിയ പതനമുണ്ടായി. എന്താണ് ആ പതനത്തിന് കാരണം? ക്വാളിറ്റി എന്ന കഥയാണ്, ജോൺ ഗാൽസ്വർത്തിയുടെ കഥയാണ്. മനോഹരമായി നോവലുകൾ, 20ഓളം നോവലുകൾ എഴുതിയിട്ടുണ്ട് ജോൺ ഗാൽസ്വർത്തി. മിസ്റ്റർ ഗാസ്ലർ വാസ് എ മാൻ ഹൂ സോ ദ സോൾ ഓഫ് ദ ഷൂസ്. ഷൂസിന്റെ ആത്മാവ് കണ്ടറിഞ്ഞ മനുഷ്യനാണ് മിസ്റ്റർ ഗാസ്ലർ. ഗാസ്ലറുടെ ചിത്രമാണ് ഈ അദ്ദേഹത്തിന്റെ പുസ്തകത്തിന്റെ ക്വാളിറ്റി എന്ന ബുക്കിന്റെ കവർ പേജിൽ കാണിച്ചിരിക്കുന്നത്. അദ്ദേഹം ഷൂ നിർമ്മാണത്തില് ഏറ്റവും വലിയ വിദഗ്ധനാണ്. ഹി ടുക്ക് ഗ്രേറ്റ് കെയർ അബൌട്ട് ദ ക്വാളിറ്റി ഓഫ് ഹിസ് പ്രോഡക്റ്റ്. തന്റെ ഉൽപ്പന്നത്തിന്റെ ഗുണമേന്മയ്ക്ക് വലിയ ശ്രദ്ധയാണ് കൊടുത്തത്. ഹി ഡിഡ് നോട്ട് കെയർ ഫോർ ദ പ്രോഫിറ്റ്. ലാഭത്തിന് അദ്ദേഹം ഒരു പരിഗണനയും കൊടുത്തില്ല. ദിസ് പെർഫെക്ഷനിസം കോസ്റ്റ് ഫോർ ദ ഡൗൺഫോൾ ഓഫ് ഹിസ് ബിസിനസ്. ഈ പെർഫെക്ഷനിസം അദ്ദേഹത്തിന്റെ ബിസിനസിന്റെ പതനത്തിന് കാരണമായി. മിസ്റ്റർ ഗസ്ലർ കുഡ് നോട്ട് സർവൈവ് ദ കോമ്പറ്റീഷൻ ഇൻ ബൂട്ട് മാനുഫാക്ചറിംഗ്. ബൂട്ട് മാനുഫാക്ചറിംഗിൽ ഈ കോമ്പറ്റീഷന് സർവൈവ് ചെയ്യാൻ മിസ്റ്റർ ഗസ്ലർക്ക് കഴിഞ്ഞില്ല. ഹി ലോസ്റ്റ് ഹിസ് കസ്റ്റമേഴ്സ് ആൻഡ് സ്റ്റാർവ്ഡ് ഹിംസെൽഫ് ടു ഡെത്ത്. തന്റെ കസ്റ്റമേഴ്സിന് അദ്ദേഹത്തിന് നഷ്ടപ്പെട്ടു, അയാൾ പട്ടിണി കിടന്ന് മരിച്ചു എന്ന് പറയാം. വൈ ഡിഡ് ഡി ചേഞ്ച് ഹർ നെയിം. എന്തുകൊണ്ടാണ് ഡി തന്റെ പേര് മാറ്റിയത്? എവരിഡേ യൂസ് എന്ന പാഠം ആലീസ് വാക്കറുടെ ആണ്. അതുമായി ബന്ധപ്പെട്ടാണ് 2021 ഈ ക്വസ്റ്റ്യൻ പേപ്പർ ചോദിച്ചിരിക്കുന്നത്. വൈ ഡിഡ് ഡി ചേഞ്ച് ഹർ നെയിം. പട്ടണത്തിൽ പോയി പഠിച്ച് പരിഷ്കാരിയായി വന്ന ഡി, എന്നാൽ ഗ്രാമത്തിൽ തന്നെ ആ റെഡ് ഇന്ത്യൻസിലെ ആ ഗ്രാമത്തിൽ തന്നെ കഴിഞ്ഞു വന്ന അവളുടെ അമ്മയും സഹോദരിയും. അപ്പോ ഇവരെ ഒക്കെ ഒരു മാറ്റം കാണുകയാണ്. ഷീ തോട്ട് ദാറ്റ് ഹെർ നെയിം ഹാസ് ബീൻ സം അഫിനിറ്റി ടു ദ പീപ്പിൾ ഹു ഒപ്രസ്ഡ് ദ ബ്ലാക്ക് റേസ്. കറുത്തവർഗക്കാരെ അടിച്ചമർത്തിയ ആ വെള്ളക്കാരുടെ പേരുമായി തന്റെ ഡി എന്ന പേരിന് സാമ്യമുണ്ടെന്ന് അവൾക്ക് തോന്നുകയാണ്. അങ്ങനെയാണെങ്കിൽ അതിനെ എതിർക്കേണ്ടത് പേര് മാറ്റിക്കൊണ്ടാണ് എന്ന് അവൾ വിചാരിക്കണം. സോ ഇൻ ഓർഡർ ടു ഷോ ഹെർ ഒബ്ജെക്ഷൻ ടു ദിസ്, തന്റെ പേരിനോടും ആ വെള്ളക്കാരോടുമുള്ള എതിർപ്പ് കാണിക്കാൻ വേണ്ടിയിട്ട് ഷീ ചേഞ്ച് ഹെർ നെയിം ടു വാങ്കറോ. വാങ്കറോ എന്ന് അവളുടെ പേര് അവൾ മാറ്റുകയാണ് ചെയ്തത്. ഡി എന്ന പേര് ഇനി മേലാൽ ആൾക്കില്ല, മൂത്ത ചേച്ചിയാണ്. ഇനി വാട്ട് ഇസ് ദ കിൽറ്റ് സ്റ്റാൻഡ് ഫോർ ഇൻ ദ സ്റ്റോറി. ഈ കഥയില് കിൽറ്റ് അഥവാ കിടക്ക വിരിക്കാൻ വേണ്ടി ഒരു തുന്നി ഉണ്ടാക്കിയ ആ പരവതാനി, അതാണ് കിൽറ്റ്. അതിന് എന്ത് പ്രാധാന്യമാണ് ഈ കഥയിലുള്ളത്? എവരിഡേ യൂസ് എന്ന കഥ, ആലീസ് വാക്കറുടെ കഥയാണ്. എവരിഡേ യൂസ് എന്നത് ഓതറുടെ പേരുകളൊക്കെ പഠിച്ചു വയ്ക്കുക. കാരണം എസ്സേ ഒക്കെ എഴുതുമ്പോൾ ഓതറുടെ പേരൊക്കെ നമ്മൾ ഉൾപ്പെടുത്തേണ്ടി വരും. ദ കിൽറ്റ് ഈസ് ലുക്ഡ് അപ്പോൺ ആസ് എ ബെഡ് കവറിംഗ് ഫോർ എവരിഡേ യൂസ് ബൈ മമ ആൻഡ് മാഗി. അവളുടെ അമ്മയായ അമ്മയെ മമ എന്നാണ് വിളിക്കുന്നത്. അമ്മയ്ക്കും അതുപോലെ തന്നെ മാഗി അവളുടെ അനുജത്തിയാണ്. മാഗിക്കും ഒക്കെ നിത്യജീവിതത്തിൽ ഉപയോഗിക്കാനുള്ള ഒരു ബെഡ് കവറിംഗ് മാത്രമാണ്. അതെങ്ങനെ ഇരുന്ന് മുത്തശ്ശി തയ്ച്ച, ഗ്രാൻഡ് മദർ തയ്ച്ച ആ കിൽറ്റ് അഥവാ കിടക്കവരി, അത് ഉപയോഗിച്ച് കീറി നശിപ്പിച്ച് കളയല്ലേ. അതൊരു പുരാവസ്തുവാണ്, അതൊരു ആന്റിക് വസ്തുവാണ്, ഒബ്ജക്റ്റ് ആണ്. അതെടുത്ത് സൂക്ഷിച്ചു വയ്ക്കണം. നിനക്ക് വേണമെങ്കിൽ പുതിയത് രണ്ടെണ്ണം ഞാൻ വാങ്ങിത്തരാം എന്നൊക്കെ ഡി അമ്മയോടും സഹോദരിയോടും പറയുമ്പോഴും അമ്മ പറയുന്നത് വേണ്ട, അത് മാഗിയുടേതാണ്, അവൾ എടുത്തോട്ടെ, അവൾ ഉപയോഗിച്ച് തീർക്കട്ടെ, കീറിപ്പോയാൽ അവൾ അത് തുന്നിച്ചേർത്തോളും എന്ന് പറയാൻ. പുരാവസ്തു നശിപ്പിച്ചു കളയല്ലേ എന്നുള്ള മനോഭാവത്തോട് അമ്മയ്ക്കും അതുപോലെ തന്നെ മാഗിക്കും പൊരുത്തപ്പെടാനാവുന്നില്ല. ഡി ദ എൽഡർ സിസ്റ്റർ ഹാസ് കണ്ടംപ്റ്റ് ഫോർ സച്ച് ആൻ ആറ്റിറ്റ്യൂഡ്. അത്തരമൊരു മനോഭാവത്തോട് ഡി എന്ന മൂത്ത ചേച്ചിക്ക് പൊരുത്തപ്പെടാനാവുന്നില്ല. അവർക്ക് അതൃപ്തിയുണ്ട്, കണ്ടംപ്റ്റ് ഉണ്ട്, വെറുപ്പുണ്ട്. ഷീ വാണ്ട്സ് ടു കീപ് ദം ആസ് എ മെമ്മോറിയൽ ആർട്ടിക്കിൾ. ഒരു മെമ്മോറിയൽ ആർട്ടിക്കിൾ ആയിട്ട്, ഒരു സ്മരണിക വസ്തുവായിട്ട് അത് സൂക്ഷിക്കണം എന്നാണ് ഡിയുടെ അഭിപ്രായം. ആസ് ആൻ ആർട്ടിഫാക്ട്, അങ്ങനെയുള്ള ഒരു പുരാതന
പാരമ്പര്യ വസ്തു ദാറ്റ് ഗ്രാൻഡ്മ ഹാഡ് മെയ്ഡ്, ഗ്രാൻഡ്മ ഉണ്ടാക്കിയത് എന്ന രീതിയിൽ അതെടുത്ത് സൂക്ഷിച്ചു വെക്കുകയാണ് വേണ്ടത്, അല്ലാതെ ഉപയോഗിച്ച് നശിപ്പിക്കുകയല്ല വേണ്ടത് എന്ന മനോഭാവമാണ് ഡിക്കുള്ളത്. എക്സ്പ്ലെയിൻ ദ ഫ്രേസ് ഹൗ വേ ലീഡ്സ് ഓൺ ടു വേ. ഇത് റോബർട്ട് ഫ്രോസ്റ്റിന്റെ റോഡിനെ ടേക്കൺ എന്ന് പറഞ്ഞ കവിതയുമായി ബന്ധപ്പെട്ടാണ്. എങ്ങനെയാണ് ഒരു വഴി മറ്റൊരു വഴിയിലേക്ക് നയിക്കുന്നത് എന്ന് ആ ഫ്രേസ് ഒന്ന് പറയാം. വെൻ വി ട്രാവൽ വി കനോട്ട് സ്റ്റോപ്പ് ആൻഡ് റിട്ടേൺ. നമ്മൾ യാത്ര ചെയ്യുമ്പോൾ നമുക്ക് നിർത്തിയിട്ട് പെട്ടെന്ന് പൊടുന്നനവേ യാത്ര നിർത്തിയിട്ട് തിരിച്ചു വരാനാവില്ല. ബിക്കോസ് ദ വേ കണ്ടിന്യൂസ് ടു മൂവ് ഫോർവേഡ്. കാരണം നമ്മുടെ മുന്നിലുള്ള വഴി പിന്നെയും മുന്നോട്ട് പോകുന്ന കാഴ്ചയാണ് നമ്മൾ കാണുക. ഓർ സ്പ്ലിറ്റ് ഇൻ ടു ഡിഫറെന്റ് ഡയറക്ഷൻസ്. അല്ലെങ്കിൽ വഴി രണ്ടായി പിരിഞ്ഞ് രണ്ട് വ്യത്യസ്ത ദിശകളിലേക്ക് പോകുന്നത് കാണാം. യു വിൽ ഹാവ് ടു ചൂസ് ദ ട്രാക്ക് അഹെഡ്. അപ്പോൾ നമ്മൾ മുന്നോട്ടുള്ള പാത സ്വീകരിക്കേണ്ടി വരും. അവർ ലൈഫ് ഈസ് ലൈക്ക് ആൻ അൺഎൻഡിങ് ട്രാവൽ. നമ്മുടെ ജീവിതം ഇതുപോലെയാണ്, അവസാനമില്ലാത്തൊരു യാത്രയാണ്. ആൻഡ് there also we will have to go on our journey. അവിടെയും നമ്മുടെ ജീവിതയാത്ര നമ്മൾ തുടരണം. We cannot come back in our life. നമ്മുടെ ജീവിതത്തിൽ നമുക്ക് തിരിച്ചു വരാനാവില്ല എന്ന് പറയാം. മറ്റൊരു ചോദ്യം 12ാമത്തേത്, how does മയ ആഞ്ചലു in the poem Still I Rise. മയ ആഞ്ചലു കവിത എൻഡ് ചെയ്യുന്നത് എങ്ങനെയാണ്? How does മയ ആഞ്ചലു end the poem Still I Rise? Still I Rise എന്ന കവിത അവസാനിപ്പിക്കുന്നത് എങ്ങനെയാണ്? ഒരു മുദ്രാവാക്യം പോലെ ഞാൻ ഉയരും എന്ന് പറഞ്ഞുകൊണ്ടാണ്. The poem ends with the slogan I rise എന്ന് പറഞ്ഞുകൊണ്ടാണ്. ഓക്കെ, ഞാൻ ഉയരുന്നു എന്ന് പറഞ്ഞുകൊണ്ടാണ്. ഇതാണ് 12 ചോദ്യങ്ങൾ പാർട്ട് എയിൽ. ഇനി അടുത്ത പാർട്ട് ബിയിലേത് അടുത്ത വീഡിയോയിൽ.